വന്യജീവി ആക്രമണ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഒരേ ഉത്തരവാദിത്തമെന്ന് ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രകാശ് വാർഡ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് നീലിവയലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അലംഭാവത്തിന് ന്യായീകരണമില്ലെന്നും എംപി പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രകാശ് വാർഡ് കമ്മിറ്റി ഓഫീസാണ് നീലിവയലിൽ ഉദ്ഘാടനം ചെയ്തത്. വാർഡ് പ്രസിഡന്റ് സന്തോഷ് ഓടക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വന്യജീവി ആക്രമണ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഒരേ ഉത്തരവാദിത്തമാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അലംഭാവത്തിന് ന്യായീകരണമില്ല. കാടിറങ്ങി വരുന്ന അപകടകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ നിയമം വേണമെന്നും എംപി പറഞ്ഞു. വന്യജീവി പ്രശ്നം എന്താണ് സാഹചര്യം? ദേശീയ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒരേപോലെ ഉത്തരവാദികളാണ്. സംസ്ഥാന ഗവൺമെന്റ് കുറച്ചുകൂടി ഇക്കാര്യത്തിൽ അവധാനതയോടുകൂടി നിലപാട് സ്വീകരിക്കേണ്ടതാണ്. കാരണം ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ബാധ്യത സംസ്ഥാന ഗവൺമെന്റാണ്. ഒരു മൃഗം കാട്ടിൽ നിന്നും പുറത്തിറങ്ങിയാൽ, അത് കൃഷി സ്ഥലത്ത് പ്രവേശിച്ചാൽ, കൃഷി നശിപ്പിച്ചാൽ, മനുഷ്യരാശമുണ്ടാക്കിയാൽ ആ മൃഗത്തെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. അത് മറച്ചു വെച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഇല്ലാത്ത പല ന്യായവാദങ്ങളും നിരത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഈ ആഘാസം വരുത്തുന്ന മൃഗങ്ങളെ, അത് ആനയായാലും കടുവയായാലും പുലിയായാലും ഇനി മറ്റു മൃഗങ്ങളായാലും അവയെ വകവരുത്താൻ ഈ ഗവൺമെന്റുകൾ തയ്യാറായാൽ അവിടെ തീരും ഈ പ്രശ്നം. DCC ഭാരവാഹികളായി ജെയ്സൺ കെ ആന്റണി, ST അഗസ്റ്റിൻ, ജോസഫ് മണി, കാമാക്ഷി മണ്ഡലം പ്രസിഡന്റ് PM ഫ്രാൻസിസ്, ബ്ലോക്ക് സെക്രട്ടറി ബിജു കാലാപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ മികച്ച എംപിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഡീൻ കുര്യാക്കോസിനെ ചടങ്ങിൽ ആദരിച്ചു. ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകരെ MP ഷാൾ അണിയിച്ച് ആദരിച്ചു. നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു.